Hello everyone, welcome to our biology video class session. Today we are discussing the chapter human reproduction. In previous slides we have discussed male reproductive system and the female reproductive system. Here we are discussing the gametogenesis. What is gametogenesis? Formation of gametes are known as gametogenesis. So what are the gametes? എന്താണ് ഗാമേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം സ്പേം അതോ അല്ലെങ്കിൽ ഓവം അതാണ് എന്താ പറയുന്നത് ഗാമേറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ സ്പേം എന്ന് പറഞ്ഞെങ്കിൽ മെയിൽ ഗാമറ്റും ഓവം എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് ഫീമെയിൽ ഗാമറ്റുമാണ് ഓക്കെ so these are takes place the formation of the gametes takes place in the gonads okay in male that is testis and in female that is ovary it is controlled by the hormone gonadotropic hormone okay GnRH secreted by anterior pituitary. Spermatogenesis is the production of sperm and oogenesis is the production of ovum. Spermatogenesis takes place in male okay and the oogenesis takes place in the female. Sorry, 1 minute. So what is spermatogenesis? Spermatogenesis എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം ആ സ്പേംസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് എന്ത് സ്പെമാറ്റോജെൻസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്യൂബർട്ടി സ്റ്റേജ് അത് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോയ്സിന്റെ കേസിൽ ഒരു 13-14 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പ്യൂബർട്ടി സ്റ്റേജ് ആണ്. ആ പ്യൂബർട്ടി സ്റ്റേജിൽ അവരുടെ ബോഡിയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും ഓക്കെ അപ്പോൾ ആ സമയത്തിനാണ് രണ്ട് മെയിൻ ചേഞ്ചുകളാണ് സ്പെമാറ്റോജെൻസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മെയിൻ ആയിട്ട് രണ്ട് പ്രോസസ്സ് നടക്കുക. ഒന്നാണ് നടക്കുന്നത് ഫോർമേഷൻ ഓഫ് സ്പെമാറ്റിഡ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് സ്പെമാറ്റോസോവ. So mainly two processes occurs in the spermatogenesis. One is formation of spermatids and other one is the formation of spermatozoa. Okay, നമുക്കറിയാം എന്ത് നമ്മൾ പറഞ്ഞ നേരത്തെ പഠിച്ചാണ് എന്ത് സ്പെമാറ്റോഗോണിയ സെൽസ് എന്ന് പറഞ്ഞു ഇല്ലേ ആ സ്പെമാറ്റോഗോണിയ സെൽസ് എന്ന് ഇവിടെ നോക്കൂ ഈ സ്പെമാറ്റോഗോണിയ എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട് നിങ്ങൾക്ക് കാണാണ്ടോ ഈ സ്പെമാറ്റോഗോണിയ സെൽസ് ഫോം ചെയ്യും അതിൽ എന്താണ് 2n കണ്ടീഷനാണ് ഈ സ്പെമാറ്റോഗോണിയ സെൽസിലെ ഡിവിഷൻ നടന്നിട്ട് അതായത് അവിടെ നടക്കുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് മൈറ്റോസിസ് ഡിവിഷനാണ്. മൈറ്റോസിസ് എന്ന് പറയുന്നത് ട്രൂ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് എന്ത് ഫോം ചെയ്യും പ്രൈമറി സ്പെമാറ്റോസൈറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ സ്പെമാറ്റോഗോണിയ സെല്ലിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു മൈറ്റോസിസ് വഴി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും പ്രൈമറി സ്പെമാറ്റോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൈമറി സ്പെമാറ്റോസൈറ്റിൽ എന്തെടുക്കും മിയോട്ടിക് നടക്കും. ഇവിടെ നടന്നത് എന്താ മൈറ്റോസിസ് ആണ്. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്താ മിയോസിസ് നടന്നിട്ട് അപ്പോൾ ഇത് 2n അല്ലേ അപ്പോൾ ഇത് എന്ത് കണ്ടീഷനിൽ മാറും n കണ്ടീഷനിലേക്ക് മാറും. എന്നിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത് സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ. ഈ സെക്കൻഡറി സ്പെമാറ്റോസൈറ്റിൽ വീണ്ടും എന്തെടുക്കും സെക്കൻഡറി മിയോട്ടിക് ഡിവിഷൻ നടക്കും. ഇവിടെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നു ഇവിടെ എന്ത് നടന്നു സെക്കൻഡറി മിയോട്ടിക് ഡിവിഷൻ നടന്നു. അങ്ങനെ അതിൽ നിന്ന് എത്ര സ്പെമാറ്റിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും 4 സ്പെമാറ്റിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പെമാറ്റിഡ്സിൽ വരുന്ന ചേഞ്ചസ് ആണ് സ്പേമിയോജെൻസിസ് എന്ന് പറയുന്നത് അല്ലെ അതിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പേമായിട്ട് മാറുന്നത്. അപ്പോൾ എന്താ ഗാമറ്റോജെൻസിസിൽ 2 തരത്തിലുണ്ട് സ്പെമാറ്റോജെൻസിസ് അതുപോലെ തന്നെ oogenesis. സ്പെമാറ്റോജെൻസിസ് ടേക്സ് പ്ലേസ് അല്ലെങ്കിൽ പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് ദ ഏജ് ഓഫ് 13-14 ഇയേഴ്സിലാണ്. The process of spermatogenesis includes two major events: formation of spermatids and formation of spermatozoa. So in spermatogoniയത്തിന്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു അവിടെ ഡിവിഷൻ നടക്കുകയാണ് അല്ലെ അങ്ങനെ സ്പെമാറ്റോഗോണിയത്തിന്റെ ഡിവിഷൻ നടന്നിട്ട് പ്രൈമറി സ്പെമാറ്റോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അത് 2n കണ്ടീഷനിലാണ്. അതിൽ നിന്നും മിയോസിസ് വഴി എന്ത് ചെയ്യുന്നു സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ വീണ്ടും മിയോസിസ് നടക്കും സെക്കൻഡറി മിയോസിസ് നടന്നിട്ട് വീണ്ടും 4 സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ 4 സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞ പേരെന്താ സ്പെമാറ്റിഡ് എന്ന് പറഞ്ഞു. ഈ സ്പെമാറ്റിഡിലെ സ്പെമിയോജെൻസിസ് എന്ന പ്രോസസ്സ് വഴിയാണ് എന്തായി മാറുന്നത് അത് സ്പേംസ് ആയിട്ട് മാറുന്നത് ഓക്കെ. അപ്പോൾ സ്പെമിയോജെൻസിസ് എന്ന് പറഞ്ഞാൽ എന്താ സ്പെമിയോജെൻസിസ് റെഫേഴ്സ് ടു ദ കൺവേർഷൻ ഓഫ് സ്പെമാറ്റിഡ്സ് ഇൻടു എന്തായി മാറുക സ്പേം ആയിട്ട് മാറുക ഓക്കെ. ദ പ്രോസസ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ സൈറ്റോപ്ലാസം ഓഫ് ദ സെർട്ടോളി സെൽസ്. നമുക്കറിയാം സെർട്ടോളി സെൽസ് ആണ് ഇതിന് വളരാൻ ആവശ്യമുള്ള എല്ലാ മെറ്റീരിയലും കൊടുക്കുന്നത്. സ്പെമാറ്റിഡ് എന്ന് പറഞ്ഞെങ്കിൽ അത് നോൺ മോട്ടൈൽ ആണ് മാത്രമല്ല ഹെവി വിത്ത് സ്പെമാറ്റിഡ് അതായത് ഈ പോർഷനിൽ സ്പേം ആണ് മോട്ടൈൽ ആവുക അല്ലെ ഈ സ്പെമാറ്റിഡ് എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ അത് നോൺ മോട്ടൈൽ ആണ് മാത്രമല്ല അതിൻ്റെ അകത്ത് മൈറ്റോകോൺഡ്രിയ ഗോൾഗി ബോഡി ആൻഡ് സെൻട്രിയോൾ ന്യൂക്ലിയസ് അങ്ങനത്തെ പോർഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇനി അത് സ്പേമിയോജെൻസിസ് എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ എന്തുണ്ടാവുക ഈ സ്പേമിന് എന്ത് കിട്ടും മോട്ടിലിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആ കൺവേർഷൻ ഓഫ് spermatozoa into sperm it is known as spermiogenesis and the sperm get the spermന് എന്ത് കിട്ടും സ്പേമിന് അതിൻ്റെ ആ മോട്ടിലിറ്റി സ്പേമിന് എപ്പോഴും എന്താണ് മൊബൈലാണ് മോട്ടിലിറ്റി പവർ കിട്ടുകയാണ് ചെയ്യുന്നത് ഓക്കെ. ഇതാ നമ്മൾ പറഞ്ഞു നമ്മൾ സെർട്ടോളി സെൽസിൻ്റെ അകത്ത് സ്പേമിൻ്റെ ഹെഡ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ സ്പേം വളരുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് മെച്ചൂർ ആയി കഴിഞ്ഞാലാണ് ആ സ്പേം അതിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. ആ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി മെച്ചൂർ
ആയിട്ടുള്ള ഒരു സ്പെർമാറ്റോസോവ അതല്ലെങ്കിൽ സ്പേമിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ സ്പേം എടുക്കുകയാണെങ്കിൽ അതിന് ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ. ഹെഡ് ഓക്കെ, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ പോർഷൻ ഉണ്ടായിരിക്കും. അതിലെന്താ ഈ ഹെഡ് പോർഷനിൽ നമുക്ക് ഒരു പ്ലാസ് മെമ്പറൈൻ ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഒരു എക്രോസോ മെമ്പറൈൻ ഉണ്ട് അല്ലെ. ഈ എക്രോസോ മെമ്പറൈൻ ആണ് ഫീമെയിലിന് ജെനിറ്റൽ ട്രാക്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഫീമെയിൽ ആ ഓവറായിട്ട് ആ ഓവുമായിട്ട് ജോയിൻ ചെയ്യണ്ടേ. ആ പെനിട്രേഷൻ സഹായിക്കുന്നത് അവിടെയുള്ള എക്രോസോമിലാണ്. എക്രോസോമിൽ കാണുന്ന എൻസൈമാണ് ഹൈലോറോണിഡേസ് എന്ന് പറഞ്ഞ എൻസൈം. ഹൈലോറോണിഡേസ് അതെന്താണ്? ഒരു ലൈറ്റിക് ഏജന്റ് ഉള്ള എൻസൈമാണിത് ഹൈലോറോണിഡേസ് എന്ന് പറയുന്നത്. അത് എഗ് മെമ്പറൈനെ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാണ്. അതിൽ 2 സെൻട്രിയോൾ കാണാം. ഒന്ന് എന്താണ്? പ്രോക്സിമൽ സെൻട്രിയോളും ആൻഡ് ഡിസ്റ്റൽ സെൻട്രിയോളും കാണാം. പിന്നെ നെക്ക് ഉണ്ട്. ആ നെക്ക് എന്ന് പറഞ്ഞ പോർഷൻ, പിന്നെ മിഡിൽ പീസ് അല്ലെ. നെക്ക് നമ്മൾ പറഞ്ഞ ഇവിടെയാണ് 2 സെൻട്രിയോൾ കാണുന്നത്, പ്രോക്സിമൽ സെൻട്രിയോളും അതുപോലെ ഡിസ്റ്റൽ സെൻട്രിയോളും. പിന്നെ ഈ മിഡിൽ പീസിലാണ് മൈറ്റോകോൺട്രിയ കാണുന്നത്. മൈറ്റോകോൺട്രിയ എന്ന് പറയുകയാണെങ്കിൽ എനർജിയാണ് അല്ലെ. അത് മൂവ് ചെയ്യാനുള്ള എനർജി കൊടുക്കുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയാണ്. ടെയിൽ എന്ന് പറയുന്നത് ആ മോട്ടിലിറ്റി മൂവ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ് എന്താ ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എന്താണ് നമ്മളുടെ സ്പേമിന്റെ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇവിടെ പറയാം. സ്പെർമാറ്റോജെൻസിസിലെ ഇതൊരു സെൽ സ്റ്റേജ്, സ്പെർമാറ്റോഗോണിയം, അതിൽ നിന്ന് മൈറ്റോസിസ് നടന്നിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫോം ചെയ്തു. അതിൽ നിന്നും മിയോസിസ് വന്നിട്ട് എന്ത് ഫോം ചെയ്തു? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അല്ലെ. അതിൽ നിന്നും പിന്നെന്താ പറയുന്നത്? പിന്നെ ഒരു ഡിവിഷൻ നടന്നിട്ടാണ് ഫോം ചെയ്യുന്നത്. സ്പെർമാറ്റിഡ്സ് ആണത്. സ്പെർമാറ്റിഡ്സിൽ ഇത് നടക്കുകയാണ്. സ്പെർമാറ്റിഡ്സിൽ ഏത് പ്രോസസ്സ് നടക്കുന്നത്? സ്പെർമിയോജെൻസിസ് എന്ന പ്രോസസ്സ് നടന്നിട്ട് എന്ത് ഫോം ചെയ്യാം? നമുക്ക് അവിടെ സ്പെർമാറ്റോസോവ അതല്ലെങ്കിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്പേമിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു പ്ലാസ് മെമ്പറൈൻ ഉണ്ട്, എക്രോസോം മെമ്പറൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയസ് കണ്ടെയ്നിങ് ക്രോമോസോമൽ മെറ്റീരിയൽ ഉണ്ട്. പിന്നെ എന്താ പറയുക? ഹെഡിലാണ് ന്യൂക്ലിയസ്, പിന്നെ നെക്കിലുണ്ട് സെൻട്രിയോൾസ് ഉണ്ട്. പിന്നെ മിഡിൽ പീസിൽ എന്തുണ്ട്? അതിന് മിഡിൽ ഓബ്ലാങ്കേറ്റ് ആണോ മിഡിൽ പീസ് എന്ന് പറയുന്നത്? അല്ല. നമ്മൾ മിഡിൽ പീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും മിഡിൽ ഓബ്ലാങ്കേറ്റ് നോക്കാം അല്ലെ. മിഡിൽ പീസ് എന്ന് പറയുന്നത് അവിടെ എന്താ കാണുന്നത്? മൈറ്റോകോൺട്രിയ ആണ് കാണുന്നത്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എനർജി സോഴ്സ്, അത് ആ എനർജി സോഴ്സ് ആണ് സ്വിം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? ആ മിഡിൽ പീസ്. കാരണം മൈറ്റോകോൺട്രിയ എന്ന പറഞ്ഞ പോർഷനില്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മൂവ്മെന്റ് കൊടുക്കണം, അതിലെ അതിന് ആ ഫീമെയിലിന്റെ എഗ്ലേസ് ഒക്കെ പെനിട്രേറ്റ് ചെയ്ത് പോകണം. അതിന് ആവശ്യമായ എനർജി മുഴുവൻ കൊടുക്കുന്ന ആരാണ്? മൈറ്റോകോൺട്രിയ. തെറ്റിക്കരുത് മൈറ്റോകോൺട്രിയ. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ അതിൽ കുറേ പേരുകളുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും എം വെച്ചതല്ലേ എന്ന് ആലോചിച്ച് ഇഷ്ടമുള്ളത് നോക്കല്ല, മൈറ്റോകോൺട്രിയ എന്ന് ആലോചിക്കണം. പിന്നെ ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ആ ടെയിൽ എന്ന് പറയുന്നത് എന്താണ്? ആ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഇസ് oogenesis ആണ്. അപ്പോൾ ഓവം ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നത് oogenesis എന്ന് പറയുന്നത്. ഓവം ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? oogenesis എന്ന് പറയുന്നത്. ആ oogenesis നടക്കുന്നത് എവിടെയായിരിക്കും? ആ ഓവറിക്കകത്താണ് എന്ത് പ്രോസസ്സ് നടക്കുന്നത് അല്ലെ. ഇവിടെ ഊഗോണിയ സെൽസ് ഉണ്ട്, പ്രൈമറി ഊസൈഡ് സെൽസ് ഉണ്ട് അല്ലെ. പ്രൈമറി ഊസൈഡ് സെൽ എന്ന് പറയുന്നത് 2 കണ്ടീഷൻ ആണ്. അതെന്ത് സംഭവിക്കുന്നു? ഈ പ്രൈമറി ഊസൈഡ്സ് സംഭവിക്കുന്നത് അവിടെ ആ സെല്ലുകൾ അതിന്റെ തന്നെ കോപ്പീസ് ഫോം ചെയ്യുക അല്ലെ. അതിന് തന്നെ കോപ്പീസ് ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? മൈറ്റോ ഡിവിഷൻസ് നടന്നത്. ആ മൈറ്റോ ഡിവിഷൻ നടന്നതിൽ നിന്നും പിന്നെ സംഭവിക്കുന്നു? മിയോസിസ് നടക്കുക. അങ്ങനെ മിയോസിസ് നടന്നിട്ട് പ്രൈമറി ഊസൈറ്റ് ഫോം ചെയ്യും. പിന്നെ വീണ്ടും മിയോസിസ് നടന്നിട്ട് ഫോം ചെയ്യും? സെക്കൻഡറി ഊസൈറ്റ് ഫോം ചെയ്യും അല്ലെ. അങ്ങനെ ഇവിടെ 4 ഉണ്ടാവും. പക്ഷേ ഇതിൽ 3 എന്താണ്? പോളാർ ബോഡീസ് ആണ്. ഒരെണ്ണം മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. അറ്റ് എ ടൈം ഒരേ ഒരു ഓവം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആക്റ്റീവായിട്ട് ഇരിക്കുള്ളൂ. ബാക്കിയൊക്കെ എന്തായാലും മാറും? പോളാർ ബോഡീസ് ആയിട്ട് മാറും. ക്ലിയർ ആയോ? ഊഗോണിയ സെൽസ് ഡിവിഷൻ നടക്കുകയാണ്. ഊഗോണിയ സെൽസിൽ ആദ്യം നടക്കും മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് നടന്നു കഴിഞ്ഞിട്ട് അതിന്റെ കോപ്പി പ്രൈമറി ഊസൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൈമറി ഊസൈഡ്സിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? സെക്കൻഡറി ഊസൈഡ്സ് ഫോം ചെയ്യും. ആ സെക്കൻഡറി ഊസൈഡ്സിൽ നിന്ന് പിന്നെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അതിൽ എന്ത് ഫോം ചെയ്യും? നല്ലൊരു ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ ബാക്കി 3 എന്ന് പറയുന്നത് 4 സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ ബാക്കി 3 എന്ന് പറയുന്നത് എന്താണ്? പോളാർ സെൽസുകളാണ്. പോളാർ സെൽസ് അറ്റ് എ ടൈം എന്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? ഒരു ഓവം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. റയർ കേസിൽ മാത്രമാണ് 2 ഓവം പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഓവറിയുടെ സെക്ഷണൽ വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഓവറിയുടെ സെക്ഷണൽ വ്യൂ. ഓരോ പ്രൈമറി oocyteന്റെയും ഈച്ച് പ്രൈമറി oocyte ഗെറ്റ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് ഗ്രാനുലാർ സെൽസ് കോൾഡ് പ്രൈമറി ഫോളിക്കിൾ. ഓരോ പ്രൈമറി oocyteും കവർ ചെയ്തിരിക്കുന്ന ഗ്രാനുലോസ് സെൽസ് ഉണ്ട് അല്ലെ. അങ്ങനെ ആകുമ്പോൾ അതിന്റെ പേരാണ് എന്ത്? പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആ എംബ്രിയോ ആയി കഴിഞ്ഞില്ലേ, അങ്ങനെ ജനിക്കുമ്പോൾ തന്നെ അതിന്റെ ഓവറിയിലെ ഒരു 60,000 മുതൽ 80,000 വരെ എന്ത് കാണാം? ഈ പ്രൈമറി ഫോളിക്കിൾ സെൽസ് കാണാം.
ഓക്കെ, ഈ പ്രൈമറി ഫോളിക്കൽ സെൽസിന് മെച്ചുറേഷൻ വന്നിട്ടാണ് എന്ത് മാറുക, സെക്കൻഡറി ടെർഷ്യറി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബേബി ജനിക്കുമ്പോൾ തന്നെ, ഗേൾ ആണെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബോഡിയിൽ 60,000 to 80,000 പ്രൈമറി ഫോളിക്കൽസ് ഓരോ ഓവറിലും കാണാം. The primary follicles get surrounded by more layers of granular cells and new theca are called secondary follicles. ഇവിടെ ഒരു ഗ്രാനുലോസ ലെയർ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്ന് ഒരുപാട് ഗ്രാനുലോസ ലെയർ വരുമ്പോൾ സെക്കൻഡറി കൊടുത്തിട്ടില്ല ഇവിടെ. അപ്പോൾ വരുമ്പോൾ എന്തായും സെക്കൻഡറി ഫോളിക്കൽ സെൽസ് ആയി മാറും. ഈ സെക്കൻഡറി ഫോളിക്കൽ സെൽസിന് വീണ്ടും കുറേ കവറിങ്ങുകൾ വരുമ്പോൾ പിന്നെ ഒരു ഗ്യാപ്പ്, ആൻഡ്രം എന്ന് പറഞ്ഞ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായി മാറി, ടെർഷ്യറി ഫോളിക്കലായി മാറി. ടെർഷ്യറി ഫോളിക്കൽ ക്ലിയർ ആണ്, അപ്പോൾ കാണുന്നുണ്ടോ, ടെർഷ്യറി ഫോളിക്കൽ. ഓക്കെ, അപ്പോൾ ഇത് പ്രൈമറി ഫോളിക്കിളാണ്, ഇത് സെക്കൻഡറി ഫോളിക്കിളായിട്ട് സെക്കൻഡറി ഫോളിക്കിളിന് ചേഞ്ച് വരികയാണ്. അതിൽ നിന്ന് ഒരുപാട് ലെയേഴ്സ് ഉള്ള സെൽസും പിന്നെ മാത്രമല്ല നടുക്കിൽ എന്തുണ്ട്, ഒരു ഫ്ലൂയിഡ് ഫീൽഡ് ആയിട്ടുള്ള ക്യാവിറ്റി കൂടി വരികയാണെങ്കിൽ അതെന്തായി മാറി, ടെർഷ്യറി ഫോളിക്കിളായിട്ട് മാറി. ഓക്കെ, ഇപ്പോൾ ടെർഷ്യറി ഈ തീക്ക ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇതിനെ എക്സ്റ്റേണൽ തീക്കോ അതുപോലെ തന്നെ ഇന്റേണൽ തീക്കോ, അതായത് എക്സ്റ്റേണൽ ലെയറും അതുപോലെ തന്നെ ഇന്റേണൽ ലെയറും ഉണ്ട്. ഓക്കെ, അങ്ങനെ ആ ടെർഷ്യറി ഫോളിക്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി എന്തുണ്ടാവുന്നത്, നമ്മൾ പറഞ്ഞു എന്ത്, അൺഇക്വൽ ഡിവിഷൻ നടന്നു കഴിഞ്ഞിട്ട് അവിടെ സെക്കൻഡറി ഊസൈറ്റും പിന്നെ ഫോം ചെയ്യുകയാണ്, ഒരു പോളാർ ബോഡി ഫോം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഊസൈറ്റിലാണ് സൈറ്റോപ്ലാസം റിച്ച് എന്ന് പറയുന്നത്, സെക്കൻഡറി ഊസൈറ്റാണ് സൈറ്റോപ്ലാസം റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആ മെച്ചുവർ ആയിട്ടുള്ള ടെർഷ്യറി ഫോളിക്കിൾസ്, ആ ടെർഷ്യറി ഫോളിക്കിൾ വീണ്ടും മെച്ചുവർ ആയി കഴിഞ്ഞാൽ അത് എന്ത് ഫോം ചെയ്യും, ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയും. മെച്ചുവർ ആയിട്ടുള്ള ടെർഷ്യൻ ഫോളിക്കിൾ ഇസ് നോൺ ആസ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ആൻഡ്രത്തിന്റെ സ്പേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ ആൻഡ്രമാണ് അല്ലേ. അതിൻ്റെ അകത്ത് ഒരുപാട് ലിക്വിഡ്സ് ഉണ്ടായിരിക്കും. ആ ലിക്വിഡിനെ പറഞ്ഞ പേരാണ് ലിക്കർ ഫോളിക്കുളെ. ലിക്വിഡിനെ പറഞ്ഞ പേരാണ് എന്ത്, ലിക്കർ ഫോളിക്കുളെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഫോളിക്കുലർ ക്യാവിറ്റിയിൽ, ആ ഫോളിക്കുലർ ക്യാവിറ്റീന് ഒരു മെംബ്രെയിൻ ഉണ്ട് പറഞ്ഞു. ആ മെംബ്രെയിനാണ് മെംബ്രെയിൻ ഗ്രാനുലോസ എന്ന് പറയുന്നത്. മെംബ്രെയിൻ ഗ്രാനുലോസ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം എന്താണ്, ആദ്യം പ്രൈമറി ഫോളിക്കിൾസ് ഫോം ചെയ്യും. പ്രൈമറി ഫോളിക്കിൾസിന് വീണ്ടും കവറിങ് വരുമ്പോൾ അത് സെക്കൻഡറി ഫോളിക്കിൾസ് ആയി. സെക്കൻഡറി ഫോളിക്കിൾസിന് വീണ്ടും ഒരുപാട് കവറുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായി, ടെർഷ്യറി ഫോളിക്കിളായി മാറി. ടെർഷ്യറി ഫോളിക്കിൾ എന്ന് പറയുന്നത് മെച്ചൂർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായി മാറും, ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. അപ്പോൾ അതിനുള്ളിലെ ക്യാവിറ്റിയുടെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു സെക്കൻഡറി ഊസൈറ്റ് ഫോം ചെയ്യുന്നു, പിന്നെ പോളാർ ബോഡി ഫോം ചെയ്യുന്നു പറഞ്ഞില്ലേ. ഈ സെക്കൻഡറി ഊസൈറ്റ് എന്തായിരുന്നു, ആ സെക്കൻഡറി ഊസൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടാകുന്ന ഒരു പെർഫോറേറ്റഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ഉണ്ട്. ആ സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടാകുന്ന പെർഫോറേറ്റഡ് മെംബ്രെയിനെ പറഞ്ഞ പേരാണ് സോണ പെല്ലൂസിഡ എന്ന് പറയുന്നത്. സെക്കൻഡറി ഊസൈറ്റിന് ഉണ്ടാകുന്ന ഒരു പുതിയ എന്താണ്, ഒരു പെർഫോറേറ്റഡ് മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനെ പറഞ്ഞ പേരാണ് സോണ പെല്ലൂസിഡ എന്ന് പറയുന്നത്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യുന്നു, റപ്ചർ ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അത് അത് ഓവത്തിന് റിലീസ് ചെയ്യും. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായാലും ഓവത്തിന് കവർ ചെയ്തിരിക്കില്ല, അപ്പോൾ എന്തായാലും ഇത് ഓവത്തിന് റിലീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പറയുന്നത് ഓവുലേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഓവുലേഷൻ റപ്ചർഡ് ഫോളിക്കിൾ അത് പ്രോംപ്റ്റ്ലി ഫിൽഡ് വിത്ത് blood forming a corpus hemorrhagicum. The granulosa and the theca cells of follicle began to proliferate, forming a yellowish solid mass of corpus luteum which secrete the female hormone progesterone. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ അവിടെ മേറ്റിംഗ് ഒന്നും നടന്നിട്ടില്ലെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഓവർ റിലീസ് ചെയ്ത് അവിടെ ഓവുലേഷൻ സമയത്ത് എന്ത് ചെയ്തു, നമ്മുടെ ബോഡിയിൽ, ഫീമെയിൽ ബോഡിയിൽ എന്ത് ചെയ്തു, ഓവം റിലീസ് ചെയ്യും. അങ്ങനെ ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ഫിൽഡ് ക്യാവിറ്റി ഫോം ചെയ്യാണ്. അവിടെയാണ് കോർപ്പസ് ഹെമാറജിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രഗ്നൻസി ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ആ ഉണ്ടായ കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ പ്രോസസ്സില്ലേ. കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാനുലോസയും അതുപോലെ തന്നെ തീക്ക സെൽസും, ഗ്രാനുലോസ അതുപോലെ തന്നെ തീക്ക സെൽസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു യെല്ലോയിഷ് മാസമായി ഫോം ചെയ്യുന്നതാണ് എന്ത്, കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. ആ പ്രഗ്നൻസി ആണെങ്കിൽ ആ കോർപ്പസ് ലൂട്ടിയം അവിടെ എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിലനിന്ന് പോകും. പ്രഗ്നൻസി ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, ആ കോർപ്പസ് ലൂട്ടിയം അവിടുന്ന് ഡിസ്ചാർജ്, അത് ഡീജനറേറ്റ് ചെയ്യും. അങ്ങനെ കോർപ്പസ് ലൂട്ടിയം അവിടുന്ന് വിട്ടു പോയപ്പോൾ ഒരു വൈറ്റ് സ്കാർ രൂപത്തിലാണ് പോവുക. അതിന് പറയുന്നത് കോർപ്പസ് ആൽബിക്കൻസ് എന്ന് പറയുന്നത്. പ്രൈമറി ഫോളിക്കിൾ ഫോം ചെയ്തു, സെക്കൻഡറി ഫോളിക്കിൾ ഫോം ചെയ്യുക, അതിന് ടെർഷ്യറി മെച്ചുവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ. ഈ സെക്കൻഡറി ഊസൈറ്റിനെ കവർ ചെയ്തിരിക്കുന്ന പ്രൊട്ടക്റ്റഡ് പെർഫോറേറ്റഡ് മെംബ്രെയിനാണ് എന്ന് പറയുന്നത് സോണ പെല്ലൂസിഡ എന്ന് പറയുന്നത്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് പുറത്തേക്ക് വരും, സെക്കൻഡറി ഊസൈറ്റ് അല്ലെങ്കിൽ ഓവം പുറത്തേക്ക് വരും. ആ പ്രോസസ്സിന് പറയുന്നത് ഓവുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രാനുലോസും അതുപോലെ തന്നെ തീക്ക സെൽസിനും കൂടി ചേർന്നിട്ടുള്ള ഒരു യെല്ലോയിഷ് മെറ്റീരിയൽ ഉണ്ട്. അതിനെ പറഞ്ഞ പേര് എന്താ, കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. ഇപ്പോൾ മീറ്റിംഗ് നടന്നിട്ടില്ല, അതല്ലെങ്കിൽ പ്രഗ്നൻസി ഫോം ചെയ്യുന്നില്ലെങ്കിൽ അത് അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്നത് ഒരു വൈറ്റ് സ്കാർ രൂപത്തിലായിരിക്കും പുറത്തേക്ക് വരുന്നുണ്ടാവുക. ദാറ്റ് ഇസ് നോൺ ആസ് എന്താ പറയുക, അതിനെ
കോർപ്പസ് ആൽബിക്കൻസ്. ദാറ്റ് ഈസ് നോൺ ആസ് കോർപ്പസ് ആൽബിക്കൻസ്. നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിന്റെ പിക്ചറിൽ ഒന്നും കൂടിയും ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്പെമാറ്റോജെൻസിസും ഊജെൻസിസും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? സ്പെമാറ്റോജെൻസിസ് നടക്കുന്നത് ടെസ്റ്റിസിലും അതുപോലെ തന്നെ ഊജെൻസിസ് നടക്കുന്നത് ഓവറിയിലുമാണ്. രണ്ടിലും എന്ത് നടക്കുന്നുണ്ട്? സ്പെമാറ്റോജെൻസിസിൽ എന്താണ് ഈക്വൽ ഡിവിഷൻ നടക്കണേ, പക്ഷെ ഊജെൻസിസ് എന്ന് പറഞ്ഞാൽ അൺഈക്വൽ ആണ് അല്ലേ. പോളാർ ബോഡി എന്ന് പറയുന്നത് വളരെ ചെറുതല്ലേ ഫോം ചെയ്യുന്നത്. ഇനിയും ഇവിടെ എന്താ ചെയ്യണേ? ഈസ് ഇൻവോൾവ് ജേർമിനൽ എപ്പിത്തീലിയമാണ് ഇൻവോൾവ് ചെയ്യണത്. എന്തിനു വേണ്ടിയിട്ട്? ഗാമറ്റ് പ്രൊഡക്ഷൻ വേണ്ടിയിട്ട്. ഇവിടെയാണെങ്കിലോ ജേർമിനൽ എപ്പിത്തീലിയം അല്ല എന്തിനു സഹായിക്കുന്നത്? ഗാമറ്റ് പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നമ്പർ ഓഫ് പ്രൊഡ്യൂസർ എത്രയാണ്? 4 ആണ് സ്പേംസ് അല്ലേ. ഇവിടെ എത്ര പറയാ? ഇവിടെ 1 പ്രൊഡ്യൂസ് ചെയ്യില്ല, പിന്നെ 2, 3 ബാക്കിയുള്ള എന്താണ്? പോളാർ ബോഡീസ് ആണ് ഫോം ചെയ്യും. പിന്നെ സ്പേം സ്മോളർ ദാൻ സ്പെമാറ്റോസൈറ്റ് ആണ് അല്ലേ. ഓവ എന്ന് പറയുന്നത് ലാർജർ ദാൻ ഊസൈറ്റ്സിനേക്കാളും വലുതാണ് എന്ത്? ഓവം എന്ന് പറയുന്നത്. പിന്നെ ഡ്യൂറേഷൻ എന്താ? അൺഇൻറ്ററപ്റ്റഡ് പ്രോസസ് ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്പെമാറ്റോജെൻസിസ് പറഞ്ഞാൽ പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തുടങ്ങും. പ്യൂബർട്ടി എപ്പോഴാണോ ചേഞ്ച് ചെയ്യുന്നത് അന്നാണ് നമ്മൾ സ്പെമാറ്റോജെൻസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിലീസാണ്. പിന്നെ ലൈഫ് ലോങ് ആണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഊജൻസിസ് എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ പ്രൈമറി ഫോളിക്കൽ സ്റ്റേജിൽ നമ്മുടെ ബോഡിയിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ ബോഡിയിൽ എന്താ ചെയ്തേ? ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുമ്പോൾ അത് ഒരു 60,000 മുതൽ 80,000 വരെയുള്ള പ്രൈമറി ഫോളിക്കിൾസ് ഓൾറെഡി ഫോം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, എപ്പോഴാണോ പെൺകുട്ടിയുടെ ബോഡിയിൽ പ്യൂബർട്ടി അതായത് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണേ അന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഓവം റിലീസ് ചെയ്യുള്ളൂ. അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ? അവിടെ എന്ത് സംഭവിക്കും? മെനാപ്പോസ് നടക്കും ഇല്ലേ. മെനാപ്പോസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല? നടക്കില്ല. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തെന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിളാണ്. ഓക്കെ, ഒരു ഫീമെയിലിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളാണ് എന്ത്? മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയണമെങ്കിൽ ഫീമെയിൽ ആയിട്ടുള്ള ആന്ത്രപ്പോയിഡ് പ്രൈമേറ്റ്സിന് എല്ലാവർക്കും, ആന്ത്രപ്പോയിഡ് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ മങ്കി, ഏപ്സ്, ഹ്യൂമൻ എല്ലാവർക്കും എന്തുണ്ട്? ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഉണ്ട്. അതാണ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 20 to 29 ഡേയ്സ് ആണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് അത് സ്റ്റാർട്ടിംഗ് ആണ് എന്താ? മെനാർക്കി എന്ന് പറയുന്നതും അതിൻ്റെ ലാസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ ഷോൺ ചെയ്യുന്നത് എന്ത് പറയാം? മെനോപോസ്. അതായത് കഴിഞ്ഞു. പോസ് എന്ന് പറഞ്ഞാൽ എന്താ? അവസാനിച്ചു അല്ലെ. ഫസ്റ്റ് എന്ന് പറയുന്നത് മെനാർക്കി എന്ന് പറയുന്നത്, ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മെനോപോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഒരു ഡയഗ്രാമാറ്റിക് വ്യൂ ആണ് മെൻസ്ട്രൽ സൈക്കിളിൽ. പറഞ്ഞു 4 ഫേസ് ആണ് അതിനുള്ളതെന്ന് പറഞ്ഞു. നമ്മൾ പറയാം മെൻസ്ട്രേഷൻ ഫേസ്, ഫോളിക്കുലർ ഫേസ്, ലൂട്ടിയൽ ഫേസ്, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫേസും കൂടെ ഉണ്ട്, ഓവുലാർ ഫേസ്. മെൻസ്ട്രൽ ഫേസ്, ഫോളിക്കുലർ ഫേസ്, മെൻസ്ട്രൽ ഫേസ്, ഫോളിക്കുലർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയൽ ഫേസ്. ഓക്കെ, ഇപ്പോൾ നോക്കി ഇവിടെ എന്താ നമ്മൾ പറഞ്ഞു? 27 അല്ലെങ്കിൽ 28 അല്ലെങ്കിൽ 29 ഡേയ്സ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി. ഇപ്പോൾ മെൻസ്ട്രേഷൻ എന്ന ഫേസിൽ അവിടെ നമുക്ക് മെൻസസ് അല്ലെങ്കിൽ അവിടെ ബ്ലീഡിങ് ഉണ്ടാവുകയാണ് കാണിക്കുന്നത് അല്ലേ. ആ സമയത്ത് പ്രൊജസ്ട്രോണിൻ്റെയും ഈസ്ട്രോജൻ്റെയും എമൗണ്ട് പറയുന്നത് ഏകദേശം ഒരേപോലെയാണ് അല്ലേ. അതിൻ്റെ എമൗണ്ട് കൂടുന്നത് എപ്പോഴാണ്? ഓവുലേഷൻ ടൈമിലാണ് ഏതിൻ്റെ എമൗണ്ട് കൂടുന്നത്? ഈ ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നതാണ് ഈസ്ട്രജൻ അല്ലേ. ഈസ്ട്രജൻ്റെ എമൗണ്ട് കൂടുന്നത് ഏത് സമയത്താണ്? ഓവുലേഷൻ സമയത്താണ്. പക്ഷേ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുന്നത് എപ്പോഴാണ്? ലൂട്ടിയൽ ഫേസ് സമയത്താണ് പ്രൊജസ്ട്രോണിൻ്റെ എമൗണ്ട് കൂടുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് അതിനൊന്ന് പറയുകയാണെങ്കിൽ മെൻസ്ട്രൽ ഫേസ് അല്ലെ, ഒരു 3 to 5 ഡേയ്സ് നിൽക്കുന്ന ഒരു ഫേസ് ആണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നത്? ബ്ലീഡിങ് പ്രോസസ്സാണ് അല്ലെ. ആ എൻഡോമെട്രിയത്തിൽ നിന്ന് ആ മെൻസ്ട്രൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞെങ്കിൽ അത് ബ്ലഡ് ഉണ്ടാവും, പിന്നെ എൻഡോമെട്രിയൽ ലൈനിങ്സ് ഉണ്ടാവും, പിന്നെ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഈ ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രഗ്നൻസിയുടെ ഒരു ഇൻഡിക്കേഷനാണ്. പിന്നെ മാത്രമല്ല പുവർ ഹെൽത്ത്, അതായത് സ്ട്രെസ് കണ്ടീഷനൊക്കെ ആകുമ്പോഴും ഇതിൽ കുറേ ചേഞ്ചുകളൊക്കെ വരാം. അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഫോളിക്കുലാർ ഫേസ് ആണ്. ഫോളിക്കുലാർ ഫേസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രൈമറി ഫോളിക്കുലർ, സെക്കൻഡറി ഫോളിക്കുലർ, അതിന് മെച്യൂർ ആവുന്ന ഫേസ് എന്ന് പറയുന്നതാണ് എന്ത്? ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പറയാം? പ്രോലിഫറേറ്റീവ് ഫേസ് അതല്ലെങ്കിൽ പ്രീ ഓവുലേറ്ററി ഫേസ് എന്ന് പറയും. അതായത് ഓവുലേഷന് മുന്നേ ഉള്ള ഫേസ് ആണ് എന്ത്? ഫോളിക്കുലാർ ഫേസ്, പ്രീ ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 5 to 14 ഡേയ്സ് ആണ്. 5 മുതൽ 14 ദിവസം വരെയാണ് അതിൻ്റെ സമയം എന്ന് പറയുന്നത്. അവിടെ എന്താ സമയം ഉണ്ടാവുക? നമ്മളുടെ ആ ഹോർമോണിന്റെ സഹായത്തോടെ ആ യൂട്രസിനും ഓവറീസിനകത്തൊക്കെ ചേഞ്ച് വരികയാണ് ചെയ്യുന്നത് അല്ലേ. ദ സെക്രീഷൻ ഓഫ് FSH ആൻഡ് LH ഫ്രം ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഇൻക്രീസസ് ഗ്രാജുവലി ഡ്യൂറിംഗ് ദിസ് ഫേസ്. അവരുടെ എമൗണ്ട് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഉണ്ടായ പോലെയാണോ ഇവിടെ ഉണ്ടാവുന്നത്? ഇതില്ല. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? കൂടുകയാണ്. ഈ 5 ദിവസം നോക്കി പിന്നെ വരുമ്പോഴേക്കും അതിൻ്റെ എമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂടിയിട്ട് അതിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ എന്ന് പറയുന്നത്
ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകാണ് അല്ലേ. അങ്ങനെ ഈസ്ട്രജൻ എന്നുള്ള ഒരു ഹോർമോൺ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഇവിടെ നോക്കി നോക്ക്, നമ്മൾ പറഞ്ഞ പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷറി ഫോളിക്കിൾ, ഗ്രാഫൈൻ ഫോളിക്കിൾ, അതിൽ നിന്ന് ഓവം റിലീസായി, അതായത് മീൻസ് സെക്കൻഡറി ഊസൈഡ് റിലീസായി അല്ലേ. അപ്പോൾ ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 14 ഡേയ്സ്, അപ്പോൾ നോക്കി ഇവിടെ 14 ആണ്, 14 ഡേയ്സ് ആകുമ്പോൾ ഓവം റിലീസായി. അപ്പോൾ അതിനെ പറയുന്നത് ഓവുലേറ്ററി ഫേസ് എന്ന് പറഞ്ഞു അല്ലേ. ഈ ഓവുലേറ്ററി ഫേസിന് സമയത്ത് LHന്റെയും FSHന്റെയും അളവ് എന്ന് പറയുന്നത് അത്ര കൂടുതലായിരിക്കും, വളരെ പീക്കായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ എമൗണ്ട് കാണുന്നത് നമ്മുടെ LH ആണ്. LH അതിൻ്റെ പീക്കിലാണ് കാണുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ LH സർജ് എന്ന് പറയാം. എന്തെന്ന് പറയാം തന്നെ LH സർജ്, LH സർജ്. നോക്കൂ, ഇത് FSH, ഇത് LH അല്ലേ. LH ആണ് ഈ സമയത്ത് കൂടിയിരിക്കുന്ന ഹോർമോൺ അല്ലേ. അപ്പോൾ അതിന് LH സർജ് എന്ന് പറയാം. അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, 15 ഡേയ്സ് മുതൽ പിന്നെ ഇങ്ങോട്ടുള്ളത് ലൂട്ടിയൽ ഫേസ് ആണ് അല്ലേ. ആഫ്റ്റർ ഓവുലേഷൻ ദ റിമൈനിങ് പാർട്സ് ഓഫ് ദ ഗ്രാഫിയൻ ഫോളിക്കൽ ട്രാൻസ്ഫോംസ് ഇൻ ടു കോർപ്പസ് ലൂട്ടിയം. Subsequent 14 days in which corpus luteum is active referred to as a secretory phase or luteal phase. The corpus luteum secretes, നമുക്കറിയാം, നമുക്ക് ഇവിടെ നോക്കി ഏത് ഹോർമോണാണ് കൂടിയിരിക്കുന്നത് ഈ സമയത്ത്, പ്രൊജസ്ട്രോൺ അല്ലേ. അപ്പോൾ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുന്ന പീരീഡാണ് എന്ത് പറയുന്നത്, ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. സച്ച് എൻ എൻഡോമെട്രിയം ഇസ് നെസസറി. അപ്പോൾ പിന്നെ വീണ്ടും എന്താണ്, എൻഡോമെട്രിയം ഇസ് നെസസറി ഫോർ ഇംപ്ലാന്റേഷൻ ഓഫ് ദ ഫെർട്ടിലൈസ്ഡ് ഓവം ആൻഡ് ദ അതർ ഇവന്റ്സ് ഓഫ് പ്രഗ്നൻസി. ഇഫ് ദ ഓവം ഷെഡ് അറ്റ് ഓവുലേഷൻ is not fertilized at the end of the luteal phase, the corpus luteum degenerates in the ovary. The progesterone secretion fails. The overgrown uterine endometrium breaks down and the menstruation takes place. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം എന്ന് പറഞ്ഞ ഫേസ് മെൻസ്ട്രൽ ഫേസ് ആണ്, പിന്നെ ഓവുലേഷൻ നടന്നു, അതായത് ഫോളിക്കുലർ ഫേസ് കഴിഞ്ഞ ശേഷം ഓവുലേഷൻ നടന്നു, അത് കഴിഞ്ഞ് ലൂട്ടിയൽ ഫേസ് നടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എൻഡോമെട്രിയത്തിനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആ എൻഡോമെട്രിയത്തെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻഡോമെട്രിയത്തിൽ എന്തുണ്ടാവുന്ന ഫ്യൂഷൻ നടന്നിട്ട് എംബ്രയോ അറ്റാച്ച് ആയിൽ വെക്കുക. അപ്പോൾ എന്ത് വയ്ക്കും, എൻഡോമെട്രിയൽ ഷെൽസ് എന്ന് പറഞ്ഞ് ഷട്ട് ഡൗൺ ചെയ്യും. അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യും, അവിടെ വീണ്ടും എന്ത് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മെയിൻ 4 phases ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് anthropoid primates. The first phase is menstrual phase, next is follicular phase and the ovulatory phase, then last one is luteal phase. Okay, the first is menstruation is known as menarche and the last it is known as menopause. Okay, നമ്മൾ ഒരു 45-50 ഏജ് ഒക്കെ ആകുമ്പോഴായിരിക്കും മെനോപോസ് കാണിക്കുക. ഇത്ര ഏജിൽ കാണിക്കണമെന്നില്ല. നമ്മുടെ ആ ടിഷ്യൂസുകളിൽ എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്തോ ട്യൂമറോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല. അപ്പോഴും എന്തിനു കാരണമാകാം, ആ പ്രോസസ്സ് ശരിയാവും നടന്നിട്ട് അതെന്തിനു കാരണമാകാം, ഒരു മെനോപോസ് സ്റ്റേജിലേക്ക് വ്യക്തി എത്തിച്ചേരാനുള്ള കാരണങ്ങളാണ്. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണ് ഈ പോർഷൻ. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഗാമറ്റോജെൻസിസ്. ദാറ്റ് മീൻസ് ടുഡേ വി ടേക്ക് ദ പോർഷൻ സ്പെമാറ്റോജെൻസിസ് ആൻഡ് oogenesis. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞതാണ് എന്ത്, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞ പോർഷൻ. ഹോപ്പ് ഓൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻ. താങ്ക് യു.